MS ടേസ്റ്റ് ടച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അച്ചാറാണ് ഉണ്ടാക്കുന്നത്. എരിവും പുളിയും മധുരവും ഒക്കെ ചേർന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണിത്. ഇതിനു വേണ്ടി 250 ഗ്രാം നാരങ്ങ എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത നാരങ്ങ വേണം അച്ചാറിനായിട്ട് എടുക്കാൻ. 250 ഗ്രാം ഈന്തപ്പഴം, നല്ല കട്ടിയുള്ള ഈന്തപ്പഴമാണ് എടുക്കേണ്ടത്. ഇത് അച്ചാറിനൊക്കെ എടുക്കുന്ന ഈന്തപ്പഴമാണ്. ഇനി 250 ഗ്രാം നെല്ലിക്ക. നെല്ലിക്കയും നാരങ്ങയും ആവി കയറ്റി ഒന്ന് വേവിച്ചെടുക്കണം. ഇഡലി പാത്രത്തിൽ വെച്ച് 10 മിനിറ്റ് നമുക്കിത് ആവി കയറ്റി എടുക്കാം. നാരങ്ങ ഒന്ന് പൊട്ടി വരുന്നത് വരെയാണ് ഇത് വേവിക്കേണ്ടത്. 10 മിനിറ്റൊക്കെ മതിയാകും. നാരങ്ങയും നെല്ലിക്കയും ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. നാരങ്ങ നീളത്തിൽ 6 കഷ്ണങ്ങളായിട്ടാണ് മുറിക്കുന്നത്. അതുപോലെ നെല്ലിക്കയും ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഒരു 15 മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഈ പാനിലേക്ക് 1/4 കപ്പ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കും. എണ്ണ ചൂടായിട്ടുണ്ട്. 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. 1/2 ടീസ്പൂൺ ഉലുവയും കൂടി ചേർക്കാം. കടുക് പൊട്ടി ഉലുവയുടെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ 1/4 കപ്പ് ഇഞ്ചി ചോപ്പ് ചെയ്തതും 1/4 കപ്പ് വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും 5 പച്ചമുളക് ചെറുതായി മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായി വാടി വരുന്നത് വരെ വഴറ്റണം. ഇനി ഫ്ലെയിം കുറച്ച് വെച്ച് പൊടികൾ ചേർക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരണം. ചെറിയ തീയിൽ വേണം ഇത് മൂപ്പിച്ചെടുക്കാൻ. കരിഞ്ഞു പോകാതെ നോക്കണം. ഇനി ഇതിലേക്ക് ഈന്തപ്പഴം ചേർക്കാം. ഈന്തപ്പഴം കുരുവൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് കഴുകിയെടുത്തതാണ്. ഇതിലേക്ക് 1/4 കപ്പ് തിളച്ച വെള്ളം കൂടി ഒഴിക്കാം. ഈന്തപ്പഴം ഒന്ന് സോഫ്റ്റായി വരണം. അധികം ഉടഞ്ഞു പോകേണ്ട, ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടണം. ഇനി നമുക്ക് നാരങ്ങയും നെല്ലിക്കയും ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും 1 ടീസ്പൂൺ കായപ്പൊടിയും കുറച്ച് ഉപ്പും 1 ടേബിൾ സ്പൂൺ ശർക്കരയും 2 ടേബിൾ സ്പൂൺ വിനാഗിരിയും ചേർക്കാം. എല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ അച്ചാർ തയ്യാറായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റിലുള്ളൊരു അച്ചാറാണിത്. ഉണ്ടാക്കി ഉടൻ തന്നെ നമുക്കിത് കഴിക്കാം. 2-3 ദിവസമൊക്കെ വെച്ചതിന് ശേഷം കഴിക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നെല്ലിക്കയിലേക്കും നാരങ്ങയിലുമൊക്കെ എരിവും പുളിയും മധുരവും ഒക്കെ പിടിച്ച് നല്ല സെറ്റായി വന്നിട്ടുണ്ടാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്